ഇന്നത്തെ വീഡിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇന്ന് ഞാൻ ഇവിടെ രാഗി ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ്. ഇതിൽ ഞാൻ അരിപ്പൊടിയോ റവയോ ഒന്നും ചേർക്കാതെ രാഗി മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു രാഗി ദോശയാണ്. മാവ് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. സാധാരണ നമ്മൾ ഉഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കുന്ന അത്ര ടൈറ്റായിട്ടുള്ള മാവല്ല, ഇതുപോലത്തെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ടൈമിൽ കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാനൊരു ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നന്നായി ചൂടായതിന് ശേഷം ഓരോ തവി ദോശമാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതുപോലത്തെ ദോശക്കല്ല് ഇല്ലെങ്കിൽ സാധാരണ നോൺ സ്റ്റിക്ക് പാനിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള രാഗി ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്. അധികം ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചട്നിയോ ചിക്കൻ കറിയോ ഫിഷ് കറിയോ എന്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.